ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഫുഡ് സീൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വീറ്റ് ആയതും അതുപോലെ തന്നെ ഹെൽത്തി ആയതുമായ എള്ളുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു വേണ്ടി 300 ഗ്രാം കറുപ്പ് എള്ളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ 250 ഗ്രാം എടുത്തു. ഇതിനോടൊപ്പം 50 ഗ്രാം കൂടെ വീണ്ടും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി നമുക്ക് വറുത്തെടുക്കാം. എള്ളുണ്ടയും അതുപോലെ തന്നെ എള്ളിൻ്റെ മറ്റ് റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കടയിൽ നിന്ന് നമ്മൾ എള്ള് വാങ്ങിക്കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് കഴുകി ഉണക്കി വെക്കണം. ആ എള്ള് മാത്രമേ നമ്മൾ മറ്റുള്ള റെസിപ്പികൾക്കൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം നന്നായിട്ട് അതിൽ പൊടിയും മറ്റ് മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എള്ള് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം റെഡിയായി എന്ന് തോന്നുന്നുണ്ട്. കാരണം എള്ളൊക്കെ പൊട്ടി വരുന്നൊരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയൊരു സൗണ്ട് കേൾക്കുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം ഇത് ഏകദേശം നമുക്ക് എള്ളുണ്ടൊക്കെ ആവശ്യമായ ആ ഒരു സ്റ്റേജ് എത്തിയെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാവുന്ന സമയത്ത് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ചൂട് കൊണ്ട് കുറച്ചൊരു കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു പ്ലേറ്റിലേക്ക് ചൂടായ എള്ള് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇതിൽ കുറച്ച് തേങ്ങ കൂടി നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കണം. അതിനുവേണ്ടി തേങ്ങ പ്രത്യേകിച്ച് വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എള്ളുണ്ട കുറച്ച് ദിവസത്തേക്കെങ്കിലും കേടാവാതിരിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ ചേർക്കുന്ന തേങ്ങ കുറച്ച് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അരക്കപ്പ് തേങ്ങ, അതായത് 125 ഗ്രാം തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. ഇതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതും നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്വീറ്റ് കണ്ടൻ്റായ ശർക്കര പാനി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് അതിൽ 2 ശർക്കര ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് നന്നായി തിളച്ച് കുറുകി വരുന്നതിന് ശേഷം നമുക്കതൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് മാറ്റി വെക്കണം. അരിപ്പയിലൂടെ എന്തായാലും അത് അരിച്ചെടുക്കണം. കാരണം ശർക്കരയിലെല്ലാം പൊടികളും അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മുഴുവൻ അരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അത് കുറച്ച് സമയം കൂടെ ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കാം. ശർക്കരപ്പാനിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും തേങ്ങയും മിക്സറിലൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിൽ ഇത് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നുകിൽ ഇത് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് തരിതരിപ്പോടെയും പൊടിച്ചെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് ഇതിന് മുന്നേ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് മിക്സ് ചെയ്യാം. എള്ള് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല എണ്ണമയം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ശർക്കരപ്പാനി മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്യണം. അത് ചേർക്കുന്നത് അധികമായി പോകരുത്. കാരണം എണ്ണമയവും ശർക്കരപ്പാനിയും ഒക്കെ കൂടി ആവുന്ന സമയത്ത് പൗഡർ പൊടിച്ചത് കുറച്ച് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് കെയർ ചെയ്ത് ഒഴിച്ച് കറക്റ്റ് പരുവത്തിലേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഉരുളകളായി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ 2-3 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് കുറച്ചായി ഒഴിച്ചിട്ട് മാത്രം ശർക്കരപ്പാനി മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കണം.
ഇപ്പോൾ ഏകദേശം കറക്റ്റ് പരുവത്തിലെത്തിയിട്ടുണ്ട്. തേങ്ങയും എള്ളും പൊടിച്ചതും അതുപോലെ തന്നെ അതിൽ ശർക്കരപ്പാനി മിക്സാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഒരു പാകത്തിൽ തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഉരുളകളായി ഉരുട്ടിയെടുക്കാം. നല്ല ഷേപ്പിന് എടുത്ത് നോക്കുക. അപ്പോൾ വളരെ ടേസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു സ്നാക്കാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.